ടുഡേസ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ മതേതര കക്ഷികൾ ഏറ്റവും പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കി പണവും മതവും സ്വാധീനവും ഉപയോഗിച്ച തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ വറുതിയിലാക്കാൻ ശ്രമിക്കുന്ന BJPയോട് എതിരിടാൻ ജനാധിപത്യ പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിക്കണം? സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ച കോൺഗ്രസിന് സീറ്റ് വിഭജനം തുടക്കത്തിലെ കീറാമുട്ടിയാകുകയാണ്. കോട്ടയം സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നു. ജോസഫ് വിഭാഗത്തിന് പച്ചക്കൊടി കാട്ടാനാകുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ സീറ്റ് കൊടുക്കാതിരുന്നാൽ ജോസഫ് വാളെടുക്കുമെന്ന ഭയം കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ കോൺഗ്രസിനെ എത്തിക്കുന്നു. മുസ്ലിം ലീഗ് കൂടി ചിത്രത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് BJPയേക്കാൾ വലിയ തലവേദനയാകുമോ ഘടകകക്ഷികളെ മെരുക്കൽ? ഈ വിഷയം ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി N. ലാൽകുമാർ, ഇടത് സഹയാത്രികൻ, N. ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ശ്രീകുമാർ, തുടക്കത്തിലെ തന്നെ വലിയ തലവേദന കോൺഗ്രസിന് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് സീറ്റ് വിഭജന ചർച്ചകൾ നീളും എന്നതിന്റെ സൂചനകളാണോ ഇന്നത്തെ ദിവസം വരുന്നത്? സാധാരണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് ഒരു മുന്നണിയിലെ കക്ഷികൾ പരസ്പരം സീറ്റിനായി അവകാശവാദമൊക്കെ ഉന്നയിക്കാറുണ്ട്. അതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. UDFിലെ ഘടകകക്ഷികളില് എല്ലാവരും ജനാധിപത്യ ബോധമുള്ളവരാണ്. കേന്ദ്രത്തിൽ BJP വരാതിരിക്കാൻ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കണമെന്ന് അറിയുന്നവരാണ്. കേരളത്തിലെ 20 സീറ്റിൽ ഇത്തവണ 19 എണ്ണം കോൺഗ്രസിൻ്റെ ഉണ്ട്. അതിൽ ഇടക്കാലത്ത് വെച്ച് കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു സീറ്റ് ഒഴിച്ചിട്ട് ബാക്കി 18 എണ്ണം UDF ആണ്. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് ഒറ്റക്കക്ഷി ആയിട്ട് കേന്ദ്രത്തിൽ അടുത്ത തവണ വരികയാണെങ്കിൽ കേരളം ഒരു വലിയ ഘടകമാകണം. എന്നാൽ ഘടകകക്ഷികൾക്ക് അവർക്ക് അനുവദിക്കപ്പെട്ട സീറ്റുകൾ ലഭിക്കുകയും വേണം. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും RSPയുമാണ് സീറ്റ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. അവകാശവാദമല്ല, അത് അവരുടെ അവകാശം തന്നെയാണ്. 2 സീറ്റ് ലീഗിനുണ്ട്, 1 സീറ്റ് RSPക്കുണ്ട്, 1 സീറ്റ് കേരള കോൺഗ്രസിനുമുണ്ട്. കോട്ടയത്ത് കേരള കോൺഗ്രസിനാണ് കോട്ടയത്ത് UDFിന്റെ ധാരണ പ്രകാരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അർഹത ഉണ്ടാവുക. അത് ചർച്ച തുടങ്ങിയിട്ടില്ല. പ്രാഥമികമായ ചില ധാരണകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതെന്നല്ലാണ്ട് വ്യക്തമായ ചർച്ച ആരംഭിച്ചിട്ടില്ല. ഈ മാസം 4-ാം തീയതി, ഫെബ്രുവരി മാസം 4-ാം തീയതി തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ വരുന്നുണ്ട്. അന്ന് രാവിലെ ഇവിടെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് ഇതിന്റെ ചർച്ചകൾക്ക് ഏതാണ്ട് ഒരു മാർഗനിർദ്ദേശം പോലെ എടുക്കാൻ സാധ്യത. ശ്രീകുമാർ, താങ്കൾ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വിഭജനം സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് അതിന്റെ ചർച്ചകൾ. പക്ഷേ നോക്കൂ, നിലവിൽ കോട്ടയം സംബന്ധിച്ചുള്ള സാഹചര്യം അതാണോ? കോട്ടയം സീറ്റ് ജോസഫ് വിഭാഗത്തിന് എളുപ്പത്തിൽ ലഭിക്കില്ല എന്നതിന്റെ സൂചനകൾ ഇന്നത്തെ ചർച്ചകൾ തന്നെ നൽകുന്നുണ്ട്. കഴിഞ്ഞ തവണ മാണി വിഭാഗം ചേർന്ന് നിൽക്കുമ്പോൾ അന്നുണ്ടായിരുന്ന അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. മാണി വിഭാഗം വിട്ടുപോയ ശേഷം തങ്ങളാണ് കേരള കോൺഗ്രസ് എന്ന് അവകാശപ്പെടുന്ന ജോസഫ് ഗ്രൂപ്പിന് ഒറ്റയ്ക്ക് ആ മണ്ഡലം പിടിക്കാനുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പോൾ ഉണ്ടോ? എന്താ സംശയം? കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ജോസഫ് ഗ്രൂപ്പാണോ മാണി ഗ്രൂപ്പാണോ എന്നൊക്കെ നമുക്ക് തർക്കം ഉന്നയിക്കാമെങ്കിലും PJ ജോസഫ് എന്ന നേതാവിന് ഒരുപാട് കാലം ഇടതുമുന്നണിയിലെ ഉണ്ടായിരുന്ന ഒരാളാണ്. UDFിന്റെ 80കളിലെ UDFിന്റെ കൺവീനറായിരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വാധീനമില്ല എന്നൊക്കെ ധരിക്കുന്നത് തെറ്റാണ്. അത് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട സീറ്റ് തന്നെയാണ് കോട്ടയം. അതിൽ അവരുടെ സ്ഥാനാർത്ഥി തന്നെയാണ് വരിക. തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് ചിലപ്പോൾ കോൺഗ്രസിനോടൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന ഘട്ടം വന്നാൽ അവരത് വിട്ടുവീഴ്ച ചെയ്യും. കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ക്ഷണിക്കുന്ന സ്വഭാവമാണല്ലോ ജയിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഉണ്ടാവുക. അപ്പൊ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് 250ഓളം സീറ്റുകളിലാണ് കോൺഗ്രസ് കൃത്യമായിട്ട് മത്സരിക്കാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ എല്ലായിടത്തും കയറി മത്സരിക്കില്ല. 540 സീറ്റിലും കയറി മത്സരിക്കില്ല. അപ്പൊ അതുകൊണ്ട് 530 സീറ്റിൽ കയറി മത്സരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തവണ കുറച്ച് സീറ്റേ മത്സരിക്കുള്ളൂ. അതിൽ കൂടുതൽ സീറ്റ് കിട്ടുക ഒറ്റക്കക്ഷി എന്ന അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുക. അങ്ങനെ വരുമ്പോൾ കോട്ടയത്ത് ഒരു പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ വിട്ടുവീഴ്ച ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. ഇനി അത് വിട്ടുവീഴ്ച ചെയ്തില്ലെന്ന് വെക്കുക, ഒരു കുഴപ്പമില്ല. കാരണം അവരുടെ സീറ്റാണത്. അതിലിപ്പോൾ പാലായിലെ വിഷയം നമുക്കറിയാമല്ലോ. പാലായിൽ എന്താണ് ഇടതുമുന്നണി ഭരിക്കുന്ന പാലായിലെ കേരള കോൺഗ്രസും CPM തമ്മിലുള്ള തർക്കം എന്തൊരു മോശമായ രീതിയിലേക്കാണ് പോകുന്നത്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് മാണി ഗ്രൂപ്പിന്റെ ഒരു സ്വാധീനവും അവിടെ നമ്മൾ കണ്ടില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊന്നും പറയാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ വ്യത്യാസമുള്ള തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിനാണ് അവിടെ പ്രാമുഖ്യം കേന്ദ്രത്തിൽ വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് BJP കേരളത്തിൽ വലിയ വിഷയമല്ലാത്തത് കൊണ്ട് ഇവിടെ ഇടതുമുന്നണി കോൺഗ്രസ് UDF തമ്മിലാണ് മുഖ്യ മത്സരം. അതിൽ തന്നെ BJP വിരുദ്ധർ ജയിച്ചുകൊണ്ടായില്ല. അവിടെ കോൺഗ്രസിന് അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ തന്നെ ജയിക്കണം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ നമുക്കൊന്നും അപ്രതീക്ഷിതമായിട്ട് ചെയ്തേക്കാം. കാരണം ശ്രീ ലാൽകുമാർ നോക്കൂ, വിശാലാർത്ഥത്തിലുള്ള പൊളിറ്റിക്സിനെ കുറിച്ചാണ് ശ്രീകുമാർ പറയുന്നത്. അങ്ങനെ സംഭവിക്കുമെങ്കിൽ നല്ല കാര്യം. BJPയെ മാറ്റി നിർത്താനായി തങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കോൺഗ്രസ് മത്സരിക്കട്ടെ എന്ന നിലയിൽ നിലപാടൊക്കെ സ്വീകരിക്കാൻ മാത്രം കഴിയുന്നവരാണോ കേരളത്തിലെ ഗ്രൂപ്പുകൾ കോൺഗ്രസിന്റെ? നടപടിയുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, ശ്രീകുമാറിയേട്ടന്റെ ഇന്നത്തെ ഡിബേറ്റിന്റെ ഒരു ലൈൻ നോക്കൂ. ശ്രീകുമാറിയേട്ടൻ പറയാൻ ശ്രമിക്കുന്ന വളരെ രസകരമായ ഒരു കാര്യമാണ്. കാര്യം, കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നു. അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ പരമാവധി വോട്ട് സീറ്റുകൾ ഈ പറയുന്ന കോൺഗ്രസിന് കിട്ടണം. എന്നുവെച്ചാൽ ട്രിക്ക് വളരെ സിമ്പിളാണ്. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റ് കിട്ടാനുള്ള സാഹചര്യം കോൺഗ്രസിനുണ്ട്, ഉണ്ടാകണം. അതിന് ബാക്കിയുള്ള കക്ഷികളെ അല്ല ജയിപ്പിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മുന്നണിയിൽ പോലും ഉള്ളവരല്ല കോൺഗ്രസ് ആണ് ജയിക്കേണ്ടത്. അപ്പൊ പിന്നെ CPM-നെ ജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? CPM അല്ലല്ലോ ജയിക്കേണ്ടത്, ഞങ്ങളാണല്ലോ ജയിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ നോക്കുന്നത്. ഇതാണ് നമുക്ക് കാര്യം മനസ്സിലായി. നോക്കൂ, ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ നിന്ന് ആര് ജയിച്ചാലും, BJP അല്ലാത്ത ആര് ജയിച്ചാലും നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ അത് BJP വിരുദ്ധ വോട്ടുകളിലേക്കാണ്. ഒരു കോൺഗ്രസ്സുകാരൻ അവിടെ ഉദാഹരണത്തിന് പാർലമെന്റിൽ പോവുകയും വോട്ട് ചെയ്യാൻ പോകാതിരുന്നാൽ പോലും അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും ഒരു CPM-ന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകത്തില്ല. ലീഗിന്റെ ആൾ പോലും പലപ്പോഴും വോട്ട് ചെയ്യാതെ വീട്ടിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്ന നറേറ്റീവ് അത് കേരള കോൺഗ്രസ് ശ്രീകുമാറിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു വെക്കാൻ പോകുന്ന ഒരു ലാർജർ നറേറ്റീവ് വളരെ ഭംഗിയായി നമ്മുടെ മുന്നിൽ വെച്ചാണ്. ഞാനതങ്ങ് തുറന്നു പറഞ്ഞേ ഉള്ളൂ. പിന്നെ അടുത്തത്, കോൺഗ്രസ് ആണ് വരാൻ പോകുന്നത്. ഇതേ വർത്തമാനം, ഇതേ ശൈലിയിലുള്ള വർത്തമാനം ഇവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലേ. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകണം, അതിന് കേരളം ഒന്നിച്ചു നിൽക്കണം. അവസാനം അവിടെ എവിടെയെങ്കിലും നിൽക്കേണ്ട മനുഷ്യനാ. ഞാൻ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുന്നല്ല കേട്ടോ. അവിടെ എവിടെയെങ്കിലും കർണാടകത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന UP-യിലോ ബീഹാറിലോ മഹാരാഷ്ട്രയിലോ അവിടെ ഒക്കെ ഓടിപ്പടിച്ച് UP-യിൽ അദ്ദേഹം ദാരുണമായി തോറ്റു, അത് പോട്ടെ, ദാരുണമായ അന്ത്യം എന്നൊക്കെ പറഞ്ഞ പോലെ ദാരുണമായ ഒരു തോൽവിയാണ് അവിടെ ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തെ കെട്ടി ആനയിച്ചുകൊണ്ട് കേരളത്തിൽ കൊണ്ടു നിർത്തി. കേരളത്തിൽ കൊണ്ടു നിർത്തിയപ്പോൾ ഒരു വികാരം അദ്ദേഹത്തിന് അനുകൂലമായി ഉണ്ടായി. കോൺഗ്രസിന്റെ ബാക്കി എല്ലാവരും ജയിച്ചു. ഇവിടെ അവർക്ക് 5 സീറ്റോ 10 സീറ്റോ കൂടുതൽ കിട്ടിയപ്പം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഒരു 50 സീറ്റെങ്കിലും മിനിമം അവർക്ക് അവിടെ നോർത്ത് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അത് കോൺഗ്രസ്സുകാരോട് ഇപ്പൊ പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല എന്നറിയത്തില്ല. കോൺഗ്രസ്സുകാരോട് അല്ലാതെ നിങ്ങൾ യു ടോക്ക് ദം ഇൻ പ്രൈവറ്റ്, ദേ വിൽ കൺഫെസ് ദാറ്റ് ദേ ഹാവ് ലോസ്റ്റ് അറ്റ്ലീസ്റ്റ് 50. അത്രയും വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നു. കാര്യം, കഴിഞ്ഞ സർക്കാരിനെതിരെ നല്ല വികാരം ഉണ്ടായിരുന്നു. ഈ പുൽവാമ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ ഇച്ചിരൂടെ ബെറ്റർ റിസൾട്ട്സ് എല്ലാ പാർട്ടികൾക്കും കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് എത്ര എഫിഷ്യന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു, അതിന്റെ ഓർഗനൈസേഷൻ എങ്ങനെ നന്നായിട്ട് പോകുന്നു എന്നുള്ള ചോദ്യം പ്രഥമമായി നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ അവിടെ നിങ്ങളെ അങ്ങോട്ട് ജയിപ്പിച്ചു വിടുന്നത്. കാര്യം ഇവിടെ വേറൊരു പാർട്ടി കൃത്യമായി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം കൃത്യമായി BJPക്ക് വിരുദ്ധ നിലപാടെടുക്കുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 196 BJPയും കോൺഗ്രസും ഹെഡ് ടു ഹെഡ് ഫൈറ്റ് ചെയ്തത്. ഹെഡ് ടു ഹെഡ് ഫൈറ്റ് ചെയ്തത് 196 എന്തായാലും 190നും 200നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ്. ഞാൻ ഈ അടുത്ത നമ്പർ ഒട്ടും തെറ്റല്ല, ഞാൻ പറയുന്നത് 100% ശരിയുള്ള നമ്പറാണ്. അടുത്ത നമ്പർ 16 മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത്. 16, വെറും 16. ഇവര് ഈ പറയുന്ന രീതിയിൽ ആ 16 ഒരെണ്ണം തരൂരും കൂടെയാണ് കേട്ടോ. അവിടെ CPM ആണല്ലോ, CPI അല്ലല്ലോ, രണ്ടാമത് വന്നത് BJP ആണല്ലോ. അപ്പൊ സത്യത്തിൽ 15 BJPയെ ഇഫക്റ്റീവ്ലി അവർക്ക് തോൽപ്പിക്കാൻ പറ്റിയത്. ബാക്കിയുള്ളിടത്തെല്ലാം തോറ്റു. ഇവർക്ക് അതിനുള്ള സംഘടനാ ശക്തിയെ പലപ്പോഴും ഉള്ളൂ, അതിനുള്ള രീതിയിലേ അവർ പ്രവർത്തിക്കാറുള്ളൂ. ഇപ്പൊ നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ യാത്ര, ഇപ്പൊ ഈ അവസാന നിമിഷമാണ് യാത്ര.
ഇപ്പൊ അവര് പാർലമെന്റ് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ, ഇപ്പം അറ്റ് പ്രസന്റ് മൊമെന്റ്, ഞാൻ എന്നെ കേൾക്കുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഭാരത് ജോഡോ യാത്ര തുടങ്ങേണ്ടത് സംസ്ഥാനത്തു നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, അത് നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള അന്ന് പറഞ്ഞൊരു കാര്യമാണ്. അന്ന് ഇവര് ഇനിയും വരും എന്നൊക്കെ പറഞ്ഞു. ഈ മന്ത്രിസഭ അവര് പാർലമെന്റ് പിരിച്ചുവിടുവാണെങ്കിൽ പിന്നെ ഈ യാത്ര നടത്താനുള്ള സമയം അവർക്ക് കിട്ടുമോ? ഇങ്ങനെ ഞാൻ ചോദിക്കാൻ കാരണം, നമ്മൾ ഈ പറയുന്ന ലോക്സഭ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. കാര്യം അവർക്ക് അയോധ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉചിതമായ സമയമാണിത്, ഏറ്റവും ഉചിതമായ കണ്ടീഷൻസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ അവർക്കുണ്ട് എന്ന് ദേ ആർ ബിലീവിങ് ഇറ്റ്. കേരളത്തിൽ അദ്ദേഹം ചെലവഴിച്ച സമയം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരെ സീറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ നാഷണൽ ലെവലിൽ തന്നെ ഇവർക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്. സ്റ്റേറ്റിന്റെ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ തന്നെ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്തുവാ, കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളും കോൺഗ്രസിന് മുന്നണിയുമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഞാൻ അടിസ്ഥാനമായി പറഞ്ഞു വരുന്നത്, ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്, രാഹുൽ ഗാന്ധി അവിടെ ഇങ്ങോട്ട് കെട്ടി ആനയിച്ചുകൊണ്ട് വന്ന് ഉള്ള സീറ്റ് മതനിരപേക്ഷ മുന്നണിക്ക് കളയരുത്. കാര്യം കോൺഗ്രസിന് കിട്ടിക്കഴിഞ്ഞാൽ BJP വിരുദ്ധമാകും എന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ട്. നിങ്ങൾക്ക് ശ്രീമാറിയേട്ടൻ പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് എന്താ? BJP വിരുദ്ധതയ്ക്ക് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ കേരളത്തിൽ നിന്ന് അന്തരീക്ഷം ഉണ്ടാകണം. അങ്ങനെ ആദ്യ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ, രാജ്യത്ത് അങ്ങനെ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ, ഈ മനുഷ്യനെ അവിടുന്ന് കെട്ടിവലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് വയനാട്ടിൽ നിന്ന് മത്സരിപ്പിക്കരുത്. അപ്പൊ തന്നെ കോൺഗ്രസിന് ഒരു നല്ല ബെറ്റർ ഫൂട്ടിംഗ് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും ബെറ്റർ ഫൂട്ടിംഗ് കിട്ടും. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അതൊക്കെ വേറെ വിജയം. അതൊക്കെ ഇപ്പോഴത്തെ തർക്കം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള പോസിബിലിറ്റി അതാണ് ആദ്യത്തെ. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും CPI-യും ലോക്സഭയും കേരളവുമായി ബന്ധപ്പെട്ട ഡൈനാമിക്സ്. അടുത്തത്, ജോസഫ് സമ്മതിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സമ്മതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വളരെ ഒരു ലൈറ്റർ വെയിനിൽ പറഞ്ഞു, ജോസഫ് സമ്മതിച്ചാലും കുഴപ്പമില്ല, സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹം ത്യാഗം ചെയ്യട്ടെ. ശ്രീരാമൻ സരയൂ നദിയിൽ ദേഹത്യാഗം ചെയ്തതുപോലെ ഈ മനുഷ്യൻ ദേഹത്യാഗം ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സീറ്റ് ത്യാഗം ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ചിലപ്പോ ഇപ്പം PJ ജോസഫിന് അത്രത്തോളം പൊളിറ്റിക്കൽ പവർ ഇല്ല. LDF-ന്റെ കൂടെ നിന്നപ്പം അദ്ദേഹത്തിന് പവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലും UDF-ന്റെ കൂടെ നിന്നപ്പോഴും അദ്ദേഹത്തിന് പവർ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അറ്റ് ദ പ്രസന്റ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ജോസഫ് അത്രത്തോളം ഒരു എന്തുവാ അൺഅവോയ്ഡബിൾ ഫോഴ്സ് ആണ് UDF-ൽ നിന്ന്. കാര്യം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയോ, അദ്ദേഹം ഏതെങ്കിലും വിഷയത്തിൽ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നതോ, ആ മുന്നണി തന്നെ പ്രതികരിക്കുന്നതോ നമ്മൾ കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ, കോൺഗ്രസിന് നല്ല ശതമാനം കോട്ടയത്ത് അവരെ സ്നബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ജോസഫ് സമ്മതിക്കുമോ എന്നുള്ളതല്ല, സ്നബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് ലീഗാണ്. ലീഗ് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് തരണം. ശ്രീമാറിയേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശ്രീമാറിയേട്ടൻ ഞാൻ ഇരുന്ന ചർച്ചയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, വയനാട് സീറ്റോ അല്ലെങ്കിൽ വയനാട് സീറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞോന്ന് എനിക്കറിയില്ല, മൂന്നാമതൊരു സീറ്റും കൂടെ ലീഗിന് അർഹതയുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ലീഗ് അങ്ങനെ രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സീറ്റ് തരണമെന്ന് പറയുമെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇങ്ങോട്ട് വരരുത് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ലീഗ് പറയാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ശ്രീകുമാർ, ചുരുങ്ങിയ സമയമാണ്, പക്ഷെ ഒട്ടനവധി മേഖലകളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഞാൻ വീണ്ടും ജോസഫ് വിഭാഗത്തിലേക്ക് തന്നെ ആദ്യം വരികയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സീറ്റ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്നൊരു മനസ്ഥിതിയിലേക്ക് ജോസഫ് എത്തില്ല എന്നതിന്റെ ക്ലിയർ കട്ട് ആയിട്ടുള്ള സൂചന ഇന്ന് തന്നെ അദ്ദേഹം നൽകി കഴിഞ്ഞു. സീറ്റ് അവർക്ക് വേണം. പക്ഷേ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജോസഫ് വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മാണി ഗ്രൂപ്പ് വിട്ടുപോയ ശേഷം ഇതിനോടകം ജോസഫ് വിഭാഗത്തിൽ എത്രയധികം പിളർപ്പ് ഉണ്ടായിരിക്കുന്നു. ആ പിളർപ്പ് വിത്തിൻ കോട്ട്സ് ആണ് കേട്ടോ. ജോണി നെല്ലൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ, മാത്യു സ്റ്റീഫൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ അസംതൃപ്തരുടെ ഒരു നിരയുണ്ട് അവിടെ. ഇനി ബാക്കി നിൽക്കുന്നവരായിക്കോട്ടെ, തോമസ് ചാഴിക്കാടൻ പോകുന്നതോടുകൂടി മറ്റൊരു സീറ്റ് എന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ വീണ്ടും കേരള കോൺഗ്രസിലേക്ക് കോട്ടയം സീറ്റ് വരികയാണെങ്കിൽ ആ സീറ്റിൽ കേരള കോൺഗ്രസിൽ അടുത്ത തർക്കം തുടങ്ങും. അതല്ലേ പൊതുവിലുള്ള സ്ഥിതി? നോക്കൂ, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തില് ചില അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. പണ്ട് NDP കോൺഗ്രസ് UDF മുന്നണിയിലെ NDP-യുടെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, NSS-ന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ. ആ സ്ഥാനാർത്ഥികളൊക്കെ ഏതാണ്ട് കോൺഗ്രസ് ബന്ധമുള്ളവരായിരുന്നു. കാരണം കോൺഗ്രസിന്റെ ഒരു പശ്ചാത്തലം ഉള്ളവരായിരുന്നു. ഇവിടെ ജോണി നെല്ലൂര് ജോസഫ് ഗ്രൂപ്പിലായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു ഘടകത്തിലൂടെ വന്ന് പിന്നെ ജോസഫിന്റെ ഒപ്പം ചേർന്ന് പിന്നെ കുറച്ചു കാലം ഒറ്റയ്ക്ക് നിന്ന് പിന്നെ ജേക്കബ് ഗ്രൂപ്പിൽ പോയി പിന്നെ വീണ്ടും ജോസഫ് ഗ്രൂപ്പിൽ ചേർന്ന് അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ജോണി നെല്ലൂർ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമുക്ക് അറിയുന്ന കാര്യം, അതിവിടെ ചർച്ചാ വിഷയമല്ല. ഇവിടെ ഇടയ്ക്ക് BJP-യുമായിട്ട് സഹകരണത്തിന് പോയ ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ചെന്ന് കയറാൻ പോകുന്നത് LDF-ലുള്ള
മാണി ഗ്രൂപ്പിലേക്കാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, അതൊരു വേറെ വിഷയമാണ്. പക്ഷേ കോട്ടയത്ത് ജോസഫ് ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്ന ഒരു 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 ആവശ്യം അവർക്ക് ആ സീറ്റ് വേണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്ക് ആ സീറ്റ് അവർക്ക് തന്നെയായിരിക്കും. അവിടെ ആര് സ്ഥാനാർത്ഥിയാവണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ UDF ചർച്ച നടക്കുകയാണ്. അല്ലാണ്ട് ആ ജോസഫിന്റെ സീറ്റ്, കൊല്ലത്ത് RSPയുടെ സീറ്റ് ബലമായി CPM പിടിച്ചു വാങ്ങിയതുപോലെ ജോസഫിന്റെ സീറ്റ് കോൺഗ്രസ് പിടിച്ചു വാങ്ങില്ല. RSP പിടിച്ചു വാങ്ങിയത് കൊണ്ടാണല്ലോ 30 വർഷമായിട്ട് LDF ഒപ്പം ഉണ്ടായിരുന്ന RSP പിന്നീട് UDF വരികയും അവരെ MP സ്ഥാനം നിലനിർത്തുകയും ചെയ്തത് NK പ്രേമേന്ദ്രൻ. അതിന് അദ്ദേഹം കേട്ട പഴിയും ചീത്ത വാക്കുകളൊക്കെ ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. പക്ഷെ വിഷയം അതല്ല. നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ജോസഫ് ഗ്രൂപ്പ് ഒരു ഘടക കക്ഷിയാണ് കോൺഗ്രസ്സില്, അതുകൊണ്ട് UDF അത് അവർക്ക് സീറ്റ് അവകാശപ്പെട്ടാണ്. മുസ്ലിം ലീഗിന് 2 സീറ്റുണ്ട്. അങ്ങനെ 2, 1, 3 സീറ്റ് അവർക്ക് കൊടുക്കും. അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു താങ്കൾ ആദ്യം ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും, ഒറ്റയ്ക്ക് നേരിടും എന്നൊരു വികാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അതിനുള്ള ഊർജ്ജം നൽകിയിട്ടുണ്ടാകാം. അതിനുശേഷം നിയമസഭ ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. നിയമസഭകളിലേക്ക് ഇപ്പോൾ പുതുപ്പള്ളിയൊക്കെ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതിനു മുൻപ് തൃക്കാക്കര. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന വിശ്വാസത്തിലാണോ കോൺഗ്രസ്? പക്ഷെ അങ്ങനെയാണെങ്കിൽ നോക്കൂ, കേരള കോൺഗ്രസിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ മധ്യ കേരളത്തിൽ ഈ മുന്നണി സമവാക്യം തന്നെ ഇല്ലാതാകുകയാണ്. ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒറ്റക്കക്ഷി എന്ന അവകാശവാദം കേന്ദ്രത്തിൽ ഉന്നയിക്കാൻ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വേണം. അതിപ്പോൾ തന്നെ 17 സീറ്റ് കോൺഗ്രസിൽ മത്സരിക്കും, 3 സീറ്റല്ലേ അപ്പുറത്തൊരു മത്സരിക്കുന്നുള്ളൂ. അപ്പൊ ആ 17 സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്നു. അതിലിപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റ് അവർക്ക് തന്നെയാണ് കൊടുക്കുക. പക്ഷേ ഞാൻ പറഞ്ഞത് ജോസഫ് ഗ്രൂപ്പ് ഒരു വിശാല മനസ്സിന്റെ പേരിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ അത് നിയമസഭയിലാണ് സാധാരണഗതിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് പരിഹരിക്കപ്പെടുക എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കണം നല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് ജോസഫ് ഗ്രൂപ്പ് എത്തിയാൽ എന്തായിരിക്കും പരിണിത ഫലം? കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇല്ലാതാകില്ലേ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ? അല്ല, വിട്ടുവീഴ്ച നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിട്ടുവീഴ്ചയല്ല. അവരുടെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അവിടെ. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ അവിടെ വരും. പക്ഷെ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞ ഓർമ്മയില്ലേ? ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ധാരണ വെച്ചുകൊണ്ട് ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത്. അതൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഒരുപാട് തന്ത്രങ്ങളാണ്. ഇപ്പൊ ചവറയില് വിജയൻ പിള്ളയെ CPM കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? അത് എങ്ങനെയായിരുന്നു സ്ഥാനാർത്ഥിത്വം? തീർച്ചയായും ശ്രീകുമാർ നോക്കൂ, ആ പോയിന്റ് ഏറെക്കുറെ ക്ലിയർ ആണ്. താങ്കൾക്ക് അതിൽ പറയാനുള്ളത് താങ്കൾ പറഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അടുത്ത മേഖലയിലേക്ക് കടക്കുകയാണ്. പക്ഷേ ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകിയാൽ മത്സരിച്ച് ജയിപ്പിക്കാൻ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികൾ അതിനുള്ളിൽ ഇല്ല എന്നൊരു വികാരത്തിലേക്ക് മുന്നണി എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് മുസ്ലിം ലീഗ്. താങ്കൾ ആദ്യം ഒന്ന് പറഞ്ഞു പോയെങ്കിൽ പോലും വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിൽ തങ്ങൾക്കത് വേണം എന്ന് ലീഗ് പറയുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി വരരുത് എന്ന താല്പര്യം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി ലീഗിന്റെ താല്പര്യത്തിനപ്പുറത്ത് നിലവിൽ ദേശീയ രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി വന്നാൽ കോൺഗ്രസിനെ ആകത്തുകയിൽ അത് എങ്ങനെ ബാധിക്കും? എനിക്ക് നിങ്ങൾ പറഞ്ഞു പോയൊരു കാര്യം ഞാൻ പറയാം. കോട്ടയത്ത് മിടുക്കരായ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുണ്ട്. ഫ്രാൻസിസ് ജോർജ് നിസ്സാരക്കാരനാണോ? ഡോക്ടർ MP ജോസഫ് നിസ്സാരക്കാരനാണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, വേറെ ഉണ്ട്. മലപ്പുറത്തെ വയനാട് സീറ്റ് ലീഗ് ഉന്നയിച്ചിട്ടില്ല. ഇത് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആ വാർത്ത പത്രവാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് സംസാരിക്കേണ്ട. UDF വയനാട് സീറ്റ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് കോൺഗ്രസിന്റെ സീറ്റാണ്. ലീഗ് 2 സീറ്റിൽ തന്നെ മത്സരിക്കുള്ളൂ. അവർ 3ാമതൊരു സീറ്റ് വേണം എന്നൊക്കെ അവർ പറയും. അത് എല്ലാവരും പറയും. അതിപ്പോ എല്ലാവർക്കും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടല്ലോ. എല്ലാ രാഷ്ട്രീയ കക്ഷി ഇപ്പൊ CPIക്ക് 4 സീറ്റ് എന്നുള്ള 5 സീറ്റ് കിട്ടിയാൽ എന്താ കുഴപ്പം? അവർക്കും ചിന്തയുണ്ടാവും. കേരള കോൺഗ്രസ് 1 സീറ്റിലും ലീഗ് 2 സീറ്റിലും കോൺഗ്രസ് ആണ് ബാക്കി സീറ്റിലും മത്സരിക്കാനുള്ളതാണ് ഇപ്പോഴത്തെ UDFന്റെ ധാരണ. അതനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക. അതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൽ ഒറ്റക്കക്ഷിയാണ് മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിക്കുക. അത് കോൺഗ്രസിന്റെ മുന്നണിക്ക് INDAക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ കോൺഗ്രസിന് അവകാശവാദം ഉന്നയിക്കണമല്ലോ. ഇപ്പൊ കേരളത്തിൽ ലാൽകുമാർ പറഞ്ഞ കാര്യമല്ലല്ലോ ബംഗാളിലുള്ളത്. ബംഗാളിലെ CPM ഒക്കെ കോൺഗ്രസുമായിട്ട് യോജിച്ചിട്ടാണ് മത്സരിക്കുന്നത്. അവിടെ തൃണമൂൽ കോൺഗ്രസിനെ ഉള്ള ചർച്ചയ്ക്കുള്ള തടസ്സം എന്താണ്? കോൺഗ്രസ് CPM ബന്ധമാണ്. അപ്പൊ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ എല്ലാവരും കോൺഗ്രസിനൊപ്പം കൂട്ടില്ലെന്നാണ് വലിയൊരു ആവശ്യമായി വന്നിരിക്കുന്നത്. മമത പറഞ്ഞത് കോൺഗ്രസിനൊപ്പം ചേർന്ന് മത്സരിക്കില്ലെന്നാണ്. അല്ല CPM-നൊപ്പം കോൺഗ്രസിന്റെ ഒപ്പം അല്ല, കോൺഗ്രസിന്റെ ഒപ്പം മമത ചേരും. അത് സീറ്റിന്റെ കാര്യത്തിലേ പിടിവാശിയുള്ളൂ. CPM പറയുന്ന മമതയ്ക്കൊപ്പം ഇല്ല. അവിടെ അവർക്ക് BJP പ്രശ്നമല്ല. ബംഗാളിൽ CPM പറയുന്ന മമതയ്ക്കൊപ്പം ഇല്ല. അവിടെ കോൺഗ്രസും തൃണമൂലും CPM ഒരുമിച്ച് മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ താല്പര്യം. ആ സീറ്റിന്റെ കോൺഗ്രസ് 9 സീറ്റ് ചോദിക്കുന്നു, മമത 2 സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നു. അതാണ് തർക്കം. CPM-ന്റെ കാര്യത്തിൽ അതല്ല. CPM ആണ് പറയുന്നത്
ഇപ്പൊ മുഹമ്മദ് സലി CPM-ന്റെ സെക്രട്ടറിയാണ് പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല മമതയുടെ. അല്ലാണ്ട് അവിടെ മമത കോൺഗ്രസ് അവിടെ വേറെ വിഷയമല്ല. CPM-ന് താല്പര്യം. വൈൻഡപ്പിന്റെ സമയമായതുകൊണ്ടാണ്. നോക്കൂ, ഇപ്പോൾ ശ്രീകുമാർ പറയുന്നത് പോലെ ഇപ്പോൾ ബംഗാൾ ഉൾപ്പെടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഏകോപിപ്പിക്കാൻ ഒരു ഫിഗർ വേണം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്ത് നിന്ന് ഉയർത്തിക്കാട്ടിയത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ ആ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നാൽ വീണ്ടും സ്ഥിതിഗതികൾ എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത്. അപ്പോൾ കോൺഗ്രസിനെ നയിക്കാൻ ദേശീയ തലത്തിൽ ഒരാളില്ല എന്നൊരു പൊതു സാഹചര്യത്തിലേക്ക് 2024 എത്തുകയാണ്. അല്ല, ഇനി അവർക്കിത് റീകൂപ്പ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇപ്പൊ അറ്റ് പ്രസന്റ് പൊസിഷൻ ഇവരൊരു ഡയറക്ഷൻലെസ് ആയിട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് സത്യം. കാര്യം അവർക്കൊരു സ്ട്രാറ്റജി, ഒരു പ്രോപ്പർ സ്ട്രാറ്റജി നരേന്ദ്രമോദിക്കെതിരെ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവർ ചിലപ്പോൾ ക്ലെയിം ചെയ്യും അതുകൊണ്ട് ഇന്ത്യയിൽ വേറെ ആരുണ്ട്. വേറെ ആരും ഇല്ലെങ്കിലും ഇതാണോ മാർഗം എന്നുള്ളൊരു ചോദ്യമുണ്ട്. നോക്കൂ, ഇപ്പം CPIM പോലൊരു പാർട്ടിക്ക് അവരുടെ പ്രസൻസ് ഉള്ളത് 3-4 സംസ്ഥാനങ്ങളാണ്. അവിടെ നിന്ന് ഒരു നാഷണൽ ലീഡറെ അവർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. അങ്ങനെ ഒരു പാർട്ടിയോട് നമ്മളൊരു ഡിബേറ്റ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തോ പറയുക? അതിനൊരു പ്രസക്തിയില്ല. അപ്പൊ നിങ്ങൾ ക്ലെയിം ചെയ്യുമ്പം നിങ്ങളുടെയാണ് എല്ലായിടത്തും ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരു ലീഡറെ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതിപ്പോ അവർ രാഹുൽ ഗാന്ധിയെ ഫോക്കസ് ചെയ്യുന്നു, അത് കുഴപ്പമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയെ ഫോക്കസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ രാഹുൽ ഗാന്ധിയെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്ത് മുന്നോട്ട് കാണിക്കുമ്പം അതിനനുസരിച്ചുള്ള അടുത്ത സ്ട്രാറ്റജി അവർ ഡിവൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ കേരളത്തിലോട്ട് പോരും വേണുഗോപാലും ആന്റണിയും കൂടെ ട്രയാങ്കുലർ ജംഗ്ഷൻ തിയറിയൊക്കെ കൊണ്ടുവന്ന് കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ കർണാടകവും തമിഴ്നാടും കേരളവും മൊത്തം കോൺഗ്രസ് ജയിക്കുമെന്നും അതുകൊണ്ട് രാജ്യം ഭരിക്കുമെന്നൊക്കെ പറഞ്ഞ ആ തിയറി കൊണ്ട് ആരും വിശ്വസിക്കാത്ത, ഒരു കൊച്ചു പോലും വിശ്വസിക്കാത്ത ഇങ്ങനെയുള്ള തിയറി കൊണ്ട് ഇങ്ങോട്ട് വന്ന് വീണ്ടും യു പിയിലെ ഇവർ ഇമ്മെറ്റീരിയലാണ്. രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള, മഹാരാഷ്ട്രയിലും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ കളഞ്ഞു കുളിക്കരുതെന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവർ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവരാണ്. വളരെ ക്ലിയർ ആണ്. അങ്ങനെ സീറ്റ് വിഭജന ചർച്ചകളിൽ തട്ടി ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് കഴിയുന്ന സാഹചര്യമല്ല, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പല്ല 2024 രാജ്യം നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വളരെ നന്ദി ശ്രീ ലാൽകുമാർ, ശ്രീകുമാർ ടുഡേസ് ഡിബേറ്റിൽ സഹകരിച്ചതിന്.